അപ്പോൾ ഇന്നലെ നാഗ്പൂർ കിടക്കേണ്ടി വന്നു. കുറച്ച് ബൈക്കിൻ്റെ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അപ്പോൾ ജസ്റ്റ് ഇന്നലെ അത് ശരിയാക്കി. കഴിഞ്ഞപ്പോൾ ഒരു 7 മണി 7:15 കഴിഞ്ഞു. പിന്നെ യാത്ര ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. ജബൽപൂർ എത്തുന്നതായിരുന്നു പ്ലാൻ. അത് ഈ ബൈക്കിൻ്റെ ഈ കംപ്ലൈൻറ്റോട് പിന്നെ വേണ്ട എന്ന് വെച്ച് നമ്മൾ നാഗ്പൂർ തന്നെ കിടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കാലത്ത് ഇറങ്ങണം. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ ജബൽപൂർ എത്താൻ തന്നെ പ്ലാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാരാണസിയാണ് അത് കഴിഞ്ഞ ഉള്ള ഡെസ്റ്റിനേഷൻ. വാരണാസി ഒരു ദിവസം സ്റ്റേ ഉണ്ടാവും. അവിടുന്ന് വാരണാസി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാശി വാരണാസി ഓൾറെഡി ചെന്ന സ്ഥലമാണ്, പക്ഷെ അന്ന് നമുക്കധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നില്ല മുമ്പ്. പോലത്തെ സ്ഥലത്ത് പിന്നെ ഞാൻ റൂംസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ ബുക്ക് ചെയ്തു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ വന്നില്ല. അപ്പോൾ ഒന്നുകൂടി ഇന്നൊന്ന് ബുക്ക് ചെയ്ത് കൺഫേം ചെയ്യാനത്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണത്. എല്ലാത്തും നന്നായിക്കോട്ടെ. एक समोसा, एक बोंडा, एक मलाई. ചില സമയത്ത് കൈവിട്ട കളികൾ ഇതേപോലെ ഭക്ഷണത്തിന് ആയതുകൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഏറ്റവും അവസാനം ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും. എന്താണ് അവിടെ ഞാനത് വിചാരിച്ചു. പിന്നെ പട്ടി ഇതാണ് ഇന്നലെ പട്ടിയാണെന്ന് വിചാരിച്ചു. നല്ല ചായക്കട ഉണ്ടോ നോക്കട്ടെ. ഹോട്ടലിൽ നിന്നുള്ള ചായ വേണ്ട. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് നടന്ന് കഴിക്കാം. ചായ പുറത്തുനിന്നാണ്. എന്താ ചായക്കട കണ്ടുപിടിച്ചു. ചായക്കട അധികം നോക്കില്ല. ജസ്റ്റ് ഇവിടുന്ന് ഹോട്ടലിൽ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് വാക്കേ അവിടുന്ന് കണ്ടു. ഓർഡർ ചെയ്തിട്ടുണ്ടാ ഉണ്ടാക്കുന്നേ ഉള്ളൂ. എന്താ അവിടെ ബാക്ക് ഗ്രൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് കാണാം. ഇവിടെ ചായ ഇങ്ങനെ കസ്റ്റമറുടെ നമ്മൾ പറയുമ്പോൾ ഓരോരോ ഗ്ലാസ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അവരൊരു വലിയൊരു ചെരുവത്തിലാണ് ഉണ്ടാക്കുക. ഫ്ലാസ്കിൽ വെച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചായ എന്തായാലും നല്ല ടേസ്റ്റുമാണ്. ഇഞ്ചിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് കുറുകിയ പോലത്തെ ചായ, നല്ല കടുപ്പുള്ള ചായ. എന്തായാലും കൊള്ളാം. ഇനിയൊരു ചെന്ന് മെല്ലെ നമ്മൾ കുക്കിനെ പൊക്കണം. അത് കഴിഞ്ഞ് മെല്ലെ ഇറങ്ങണം. നല്ല ചായ. പക്ഷെ ആ കൂട്ടിയുള്ള കുഴപ്പം ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മളവിടെ കന്നാസിന്റെ സൈസിലുള്ളൊക്കെ ചായയും കാപ്പിയും കുടിച്ചിട്ടേ ഇവിടെ ഈ ചെറിയ കപ്പ് സാധനം കഴിക്കുമ്പോൾ തോന്നില്ല. ഇപ്പൊ 2ാമത്തെ കഴിക്കുന്നത്. മിക്കവാറും 2 മണിയും കഴിക്കുന്നില്ല. നമ്മള് ഫ്രണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകളും എല്ലാം ഇഷ്ടിക കൊണ്ട് എപ്പോഴും കൊണ്ട് ഉണ്ടാക്കുക കേട്ടോ. എല്ലാം ഒറ്റ കഷ്ണം ഇഷ്ടിക വെച്ചിട്ട് ഉണ്ടാക്കുക. നമ്മളത് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്രയും തിന്നായിട്ട് എൻ്റെ മുകളിൽ തേപ്പും വെച്ച് നമ്മളവിടെയൊക്കെ ഒന്നെങ്കിൽ ചെരിച്ചാൽ വയ്ക്കുക. ഇവര് നേരെ ഒരു ഈ പറഞ്ഞ 6 ഇഞ്ച് തിക്നെസ്സിൽ ഇഷ്ടിക അങ്ങനെ നിന്നിട്ട് എൻ്റെ മുകളിൽ തേച്ചിട്ടാണ് ഇവർ ചുമരുകളൊക്കെ ഉണ്ടാക്കുക. അത് വലിയ വലിയ ബിൽഡിങ്ങുകൾക്ക്. എനിക്കതൊക്കെ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഈ ഭാഗങ്ങൾ നോർത്ത് ഇന്ത്യ വന്നു കഴിയുമ്പോൾ. പക്ഷേ ഇഷ്ടികയാണ്, നല്ല അടിപൊളി ഇഷ്ടികയാണ്. അത് കുറ്റം പറയാൻ പറ്റില്ലല്ലോ.
കാലത്ത് മിക്ക ദിവസവും ഇതേപോലെ ഒരു ചായ കൂടി നടത്തും എനിക്ക് എപ്പോഴും ഉള്ളതാണ്. उनका भी नाम डालना है सर का, एलन सर का नाम डालना है, मैदा ना डाले, एक ही नाम डालना है एक ही ना അല്ലേ? ഓക്കെ. ഇന്ന് എത്ര ദിവസമായി ഇപ്പോൾ? 11. നമ്മൾ ദിവസം കഴിയുന്നവരും ഉയർത്തെഴുന്നേക്കാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. റവ അല്ലേ? റവ ഇത് റവയാണെങ്കിൽ ഏറ്റവും എന്താ നമ്മുടെ മനസ്സിൽ പിന്നെ എത്തുന്നതിനനുസരിച്ച് മാത്രം. അങ്ങനെ 4th ഡേ ആരംഭിച്ചു, 5th ഡേ ആരംഭിച്ചു. റവാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത് കിടക്കാനായിട്ട്. അപ്പോൾ ബൈ ബൈ നാഗ്പൂർ. അങ്ങനെ 5ാമത്തെ ദിവസം ഇന്ന് ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ പെട്രോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ പെട്രോൾ അടിച്ചു 1065 രൂപയ്ക്ക്, 65.17. ഒരു ദിവസം യൂഷ്വലി നമ്മളൊരു 1000-നും 1600 രൂപയ്ക്കുള്ള പെട്രോള് നമ്മളുടെ വണ്ടിക്ക് അടിക്കുന്നുണ്ട്. മൈലേജ് കമ്പാരിറ്റീവ്ലി ഒരു റീസണബിൾ ആണ്. 20-25 കിലോമീറ്റർ മൈലേജിനകത്താണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മോഡൽ വണ്ടിക്ക് അതാണ് അവർ പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന KTM 390ക്ക് 40 വരെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പറഞ്ഞ കണ്ടീഷൻസ് അതിനനുസരിച്ച് നന്നായിരിക്കണം. പോകുന്ന സ്പീഡ് 60-80 അകത്തായിരിക്കണം. അതെല്ലാം ഉണ്ട്. നമുക്കൊരു ആവറേജ് നോക്കുമ്പോൾ കിട്ടുന്നത് 25 റേഞ്ചാണ് എൻ്റെ ഈ വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ടോർക്ക് കൂടാനായിട്ട് ഇതിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഡൗൺ ചെയ്തിട്ടുണ്ട് ചെയിനും സ്പ്രോക്കറ്റും. അപ്പോൾ അത് കാരണം സ്പ്രോക്കറ്റ്സ് ചെയിൻ സെയിം തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മൈലേജ് കുറവ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇനി ഒരു 505 കിലോമീറ്റർ കാണിക്കുന്നത്. വൈകിട്ടാകുമ്പോൾ എത്തും. ആദ്യം വാരണാസിയിൽ നിന്നൊക്കെ നോക്കി, പക്ഷേ അത് 800 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 740 കിലോമീറ്റർ സംതിങ് ഉണ്ട്. അപ്പോൾ അത്രയും പോകണ്ട എന്നുള്ളൊരു ചിന്തയും ഓൾറെഡി അത്രയും ലെങ്ത് ഇതുവരെ ഞാൻ ഓടിച്ചിട്ടില്ല. 700-ന് മേലൊന്നും 600-ന് മേലൊന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം പറ്റാവുന്ന റേഞ്ചിൽ നമ്മൾ തീരുമാനിച്ച് അങ്ങനെ പോവുകയാണ്. അല്ല ഇനിയിപ്പോൾ എങ്ങനെ നേരത്തെത്തില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ട് 11:15 ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രാത്രി 8 മണി 9 മണി അവിടെ എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് നാളെ വാരാണസി എത്താം. നാളെ ശനിയാഴ്ചയാണ്. അവിടുത്തെ ഹോട്ടൽ ബുക്കിങ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. വാരാണസിയിൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ വാരണാസിയിൽ സ്റ്റേ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതാണ്. അത് ഹോട്ടൽ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല. കാശ് കൊടുത്തതാണെങ്കിൽ കൂടി അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ വേറെ ആളെടുത്തു, അപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കറക്റ്റ് നല്ല ഹോട്ടലിൽ, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോട്ടൽ. മറ്റേതും റെപ്യൂട്ടഡ് ആയിരുന്നു, ഫാബ് ഹോട്ടലായിരുന്നു അവരുടെ. ഓൺലൈനിലല്ല, അവരുടെ തന്നെ കസ്റ്റമർ കെയറെ വിളിച്ചിട്ടാണ് നമ്മളത് ചെയ്തതല്ല. പക്ഷേ എന്തോ ഹോട്ടലുകാർ അവിടെ വെറിച്ചു.
അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ട്രീ ബോൾ മാത്രമേ ബുക്ക് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് നാളെ, ഇന്ന് വൈകുന്നേരം ബുക്ക് ചെയ്യും, നാളത്തേക്കല്ല. ഓക്കെ, അപ്പം അല്ലേ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ബാക്കി വീഡിയോസിലേക്ക് ഇനി വരാം. മഹാരാഷ്ട്ര ചോർ ബാഹുലി ഫോറസ്റ്റിനകത്ത് കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ഗേറ്റ് അവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബസ്സിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്, പക്ഷേ പ്ലാനില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ജബൽപൂർ ഇനി ഇവിടുന്ന് 220 കിലോമീറ്ററാണ് ഇനിയുള്ളത്. പക്ഷേ നമ്മൾ ജബൽപൂർ നിർത്തുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി റാസി, അവിടെയാണ് ഇന്ന് താമസിക്കുന്നത്. നല്ല കാടാണ്, കരടിയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മാന്, കരടി, കടുവ, ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. അവിടുത്തെ ആളുകൾക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഫെൻസും ഇവിടെ ഉണ്ട്. റോഡിലേക്ക് അപകടങ്ങൾ നടക്കുന്നത് ഒഴിവാക്കാനായിട്ട്. ഇത് ജസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് അല്ല, അത് അകത്തോട്ട് നമ്മൾ ഈ പുതിയ സ്റ്റേറ്റിലേക്ക് കടന്നപ്പോഴുള്ള ചെക്ക് പോസ്റ്റ് പോലീസ് നോക്കുന്നുണ്ടായിരുന്നു. അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടിയാണെന്ന സംശയമുണ്ട്. കാട്ടിലൂടെ ഇന്നത്തെ യാത്ര നടന്നു തുടങ്ങുകയായി. കുറേ ബൈക്കേഴ്സ് അവിടെ നിർത്തിയിട്ട് വർത്തമാനം വന്നിരിക്കുന്നുണ്ടല്ലോ. പോയിക്കൂടെ പെട്ടെന്ന്. ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഹൈവേസാണ്. നമ്മൾ ബന്ദിപ്പൂരിലെ സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവിടെ വന്യമൃഗങ്ങളുടെ നമ്പർ കൂടുതലായതുകൊണ്ടായിരിക്കാം ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും അവിടെ ഹമ്പുകളുണ്ടാകും. അപ്പോൾ മെല്ലെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനത്തെ 4 ലൈൻ ഹൈവേസാണ്. ചില സ്ഥലങ്ങളിൽ ഇനി പോകുന്ന സമയത്ത് എലിവേറ്റഡ് ഹൈവേ ഈ കാടിൻ്റെ മുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ എന്തായാലും നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. മുമ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ എലിവേറ്റഡ് ഹൈവേ. യെസ്, ഇതിപ്പോൾ നമ്മൾ കാടിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. മരങ്ങളിലെ ചില്ലകളൊക്കെ കണ്ടോ. ഇത് മെയിൻലി താഴത്തുകൂടെ വന്യമൃഗങ്ങൾ നടക്കുന്നുണ്ടാവും. നമ്മളുടെ റോഡിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈവേ ആണ് ഇത്. അത്യാവശ്യം ദൂരമുണ്ട്. ഇത് പല സ്ഥലങ്ങളിൽ അത് സൈഡിൽ ഫെൻസും വെച്ച് മറച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എലിവേറ്റഡ് ഹൈവേക്കിടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇനിയും വരും ഇതേപോലെയുള്ള ഫ്ലൈ ഓവർ പോലെ. ഞാൻ 5-ാം ദിവസത്തെ യാത്ര. വാരണാസി.
സൈഡിലും ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്, വെള്ള ആനിമൽസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അടിക്കടെ ഇതിപ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ വീണ്ടും കയറി. മലങ്ങളൊക്കെ കാണുള്ളൂ, മലങ്ങളുടെ ചില്ലകൾ മാത്രമേ കാണുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഹൈറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോൾ ഗേറ്റ് മുകളിൽ തന്നെയാണോ? 1 കിലോമീറ്റർ കഴിഞ്ഞത് ടോൾ ഗേറ്റ് ഉണ്ട്. കുക്ക് ബാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് എപ്പോഴും വരത്തുള്ളൂ. ആളൊന്നെങ്കിൽ ഫ്രണ്ടിൽ ലീൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു 1 കിലോമീറ്ററെങ്കിലും മിനിമം ഗ്യാപ്പ് ഇടാറുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടരുതല്ലോ, അതാ കാര്യം. പിന്നെ എൻ്റെ ഈ ഹെഡ്ഫോൺസ് പറയുന്ന സമയത്ത് നല്ല ഡിസ്റ്റർബൻസ് ഉള്ളത്. എൻ്റെ ഹെൽമെറ്റ് ഹാഫ് ഓപ്പൺ ചെയ്യാവുന്ന പോലത്തെ കൺവേർട്ടബിൾ ടൈപ്പ് ഹെൽമെറ്റാണ്. എനിക്ക് അത് ആക്ച്വലി സേഫ്റ്റി നോക്കുമ്പോൾ അത് അത്രയും നല്ലതല്ല. പക്ഷേ കുറച്ച് കൺവീനിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സൗണ്ട് ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. അടുത്ത പ്രാവശ്യത്തേക്ക് പിൻലോക്കുള്ള ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം. ഈ പ്രാവശ്യം പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ അത് നടന്നില്ല. ആ സമയത്ത് വേറെ ഈ ക്യാമറയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കാശ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഹെൽമെറ്റ് ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയില്ല. ഈ കയ്യിൽ കാണുന്ന പല സാധനങ്ങളും കുറേ കാലങ്ങൾ കൊണ്ട് ഓരോ യാത്രകൾക്കായി വാങ്ങിച്ച് അങ്ങനെ കൂട്ടി വന്നിട്ടുള്ള. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് 2012 വാങ്ങിച്ചാണ്. ഇപ്പം അതായത് 13 വർഷമായി ഇപ്പോൾ ഞാൻ ഈ ജാക്കറ്റ് യൂസ് ചെയ്യുന്നു. ഇതുവരെ ഇന്ന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരാൾ ഈ ജാക്കറ്റോ കാര്യങ്ങളോ റൈഡിങ്ങിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ വേറെ ചിലവർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനുള്ള ആഗ്രഹം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റാണ്. നമുക്ക് എത്ര കാലം കഴിഞ്ഞാൽ ഉപയോഗിക്കാനും കേട് വന്നിരുന്ന മെറ്റീരിയലുകൾ കൊണ്ടല്ല ജാക്കറ്റ് ഉണ്ടാക്കിയത്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടി നല്ല ഒരു ഹെൽമെറ്റ് അപ്പോൾ ഈ വാങ്ങിക്കുന്നതാണ്. ഒരു 10,000 രൂപയ്ക്ക് വരും നല്ല ഹെൽമെറ്റിന്. അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് വേണം വാങ്ങിക്കാനാണ്. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര വീണ്ടും നമ്മൾ തുടരുകയാണ്. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ഈ ഹൈവേ ഒന്ന് എലിവേറ്റഡ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ. എക്സാക്ട്ലി എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ദൂരമുണ്ട് ഈ കാടിൻ്റെ ഉള്ളിലോട്ടുള്ള യാത്ര. പിന്നെ നമ്മുടെ നാട്ടിലത്തെ കാട് പോലെ ആകെ തിങ്ങി നിറഞ്ഞ വെള്ളം നനഞ്ഞ പോലത്തെ ഒരു സ്ഥലമല്ലല്ലോ ഇത്. ഈ ഡെക്കാൻ പ്ലാറ്റ് പോലെ ഫ്ലാറ്റ് ഏരിയയിലുള്ള ചൂടുള്ള സ്ഥലത്ത്, വെള്ളക്കുറവുള്ള സ്ഥലത്ത് കാടുകളാണ് കൂടുതൽ. ഷബ്സ് പോലത്തെ അങ്ങനെ ചെടികളാണ് കൂടുതൽ. കുറ്റിക്കാട് എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ് കൂടുതലുള്ളത്.
കൂടുതലും പുലികളുണ്ടെന്ന് വന്നിട്ടാണ്. പുള്ളിപ്പുലികൾ. ഇവിടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ഒരു അത്യാവശ്യം വലിയ തിരക്കില്ലാത്തൊരു വില്ലേജാണെന്ന് തോന്നുന്നു. എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഫുൾ നമുക്ക് ഈ MP വണ്ടികൾ കാണാം. ഞാൻ ഒരു സമയത്ത് വരുന്ന 2020 വരുന്ന സമയത്ത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയങ്ങളിൽ ഇപ്പം നല്ല രസമായി ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ വഴികൾ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, സിംഗിൾ ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തമാശ. ഈ കാടിൻ്റെ അടുത്ത് പതിനാട്ടുണ്ടാവും. പ്രോപ്പറായി സർവീസ് അവിടെ ഇട്ടിട്ട് ടാറില്ലെങ്കിലും റോഡ് പോലെ കറക്റ്റായിട്ട് അവിടെ ഇട്ടിട്ട് നല്ല ലെവൽ ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നും. കാടിൻ്റെ അകത്തേക്കിടെ 6 ലൈൻ ഹൈവേ പോയിക്കൊണ്ടിരിക്കണം നോക്കട്ടോ. എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഹോട്ടലിൻ്റെ പേരൊക്കെ ബൈസൺ പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. വഴിയിൽ കംപ്ലീറ്റ് കുരങ്ങന്മാരുണ്ട്, സൂക്ഷിച്ച് കാണണം. ഇല്ലെങ്കിൽ ഈ കുരങ്ങന്മാരുടെ ഫ്രണ്ടിലൊക്കെ ചാടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അലൻ ഫ്രണ്ടിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇവിടുന്ന് 300 കിലോമീറ്റർ ഉള്ളത് ഏകദേശം 5 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 മണിക്കൂറിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു 40 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ കാടിനകത്തേക്കിടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടുത്തെ രീതികളും ലുക്കുകളും എല്ലാം ഡിഫറെൻ്റാണ്. സൈഡിൽ കവറിങ് ഇല്ല, ഒരു സൈഡിൽ മലകൾ പോലെയാണ്, വലതുവശത്ത് കുറേ കാടുമുണ്ട്. ഇടയ്ക്ക് ഒരു ലോറി പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് സ്പീഡിലായിരുന്നു എന്തത് വണ്ടി കത്തി കിടക്കുന്നുണ്ട്. ഫോർഡിൻ്റെ എക്കോ സ്പോട്ട് അവിടെ കത്തി കിടക്കുന്നുണ്ട്. എന്താണ് സംഭവം? അവർക്ക് അത് മാറ്റി വയ്ക്കാമായിരുന്നു. അവിടെ വഴിയിൽ കിടക്കുന്നതെല്ലാം നല്ലത് അത് മാറ്റി വയ്ക്കുന്നതാണ്. മേ ബി ഇവിടേക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം പോലീസോ കാര്യങ്ങളൊന്നും അത് മാറ്റി വയ്ക്കാത്തത്. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി പാടങ്ങളാണ് രണ്ട് സൈഡിലും. ഈ രണ്ട് സൈഡിലും പാടങ്ങൾ. ഇതൊരു സ്ഥലം പെട്രോള് ഓൾമോസ്റ്റ് പകുതിയായിരിക്കുന്ന കാലത്ത്
നാഗ്പൂരിൽ നിന്ന് അടിച്ചാണ്. ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ഇനി റേഞ്ച് കാണിക്കുന്നത് 160 കിലോമീറ്റർ എന്തോ ആണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മളത് അടിക്കേണ്ടി വരും. അത് പെട്രോൾ രണ്ട് സൈഡിലും ഇപ്പോൾ പാടങ്ങളാണ്. എല്ലാ വണ്ടി ഞാൻ ക്രോസ് ചെയ്യുമ്പോഴും സാധാരണ 2 ഹോണുകൾ ഒന്ന് സ്റ്റാർട്ടിങ്ങിലും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറുടെ അടുത്ത് എത്തുമ്പോൾ ഞാനൊന്ന് അടിക്കും. ഈ ബൈക്കുകൾ പലപ്പോഴും വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ. അപ്പോൾ ഹോൺ അടിക്കുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നാറില്ല. പലരും എൻ്റെ കാറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ബൈക്കുകൾ പോകുന്ന സമയത്ത് ഹോൺ അടിക്കാതെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വലത്തോട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഡൈവേർഷൻ പോലും, ചെറിയ മൂവ്മെൻറ്റ് പോലും ബൈക്ക് അത് പാനിക്കാകും. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഞാൻ കാറിൽ പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് ഹോൺ അടിച്ച് ഇൻറ്റിമേറ്റ് ചെയ്യണം ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്നാണ്. അത് ഞാൻ ലോറി മാത്രമല്ല, ഈവൻ ബൈക്കുകളോ കാറുകളോ ക്രോസ് ചെയ്യുകയാണെങ്കിലും ഞാനതെപ്പോഴും ഹോൺ അടിക്കുന്ന ശീലം ഞാൻ ഉണ്ടാക്കിയതാണ്. അത്രയ്ക്ക് സേഫായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാം. ഒരിക്കലും അപകടങ്ങൾ എപ്പോഴും ഇത് ആക്സിഡൻ്റാണ്. ഈ പറഞ്ഞ പോലെ ആരും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. അശ്രദ്ധ എന്ന് പറയാനും പറ്റില്ല. ആരും വേണമെന്ന് വിചാരിച്ചിട്ടല്ല. ഓവർ സ്പീഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു അശ്രദ്ധ തന്നെയാണ്. അല്ലാത്തപക്ഷം വലിയൊക്കെ പോകുമ്പോഴുള്ളത് അപകടങ്ങൾ പലതും അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും വേണമെന്ന് വിചാരിച്ചിട്ട്, ആദ്യമെന്നല്ല ഒട്ടുമിക്കവരും വേണമെന്ന് വിചാരിച്ച് അപകടത്തിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പണി നടക്കുന്നുണ്ട്. വലതുവശത്ത് ഭാഗത്ത് ഡിവൈഡർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം റോഷൻ്റെ കൂടെ പോയ സമയത്ത് ഈ കാട്ടിലൊരു കുഞ്ഞ് തട്ടുകടയിൽ നിന്നാണ് ദോശ ഒക്കെ വാങ്ങി കഴിച്ചത്. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യാം. അന്നും ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് ആണ് ആരംഭിച്ചത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ജബൽപൂരിലേക്കാണ് പോയത്. ജബൽപൂരാണ് നെക്സ്റ്റ് ഡേ താമസിച്ചത്. റോഷനുമായിട്ട് ഞങ്ങൾ അവിടെ ബോട്ടിങ്ങിനൊക്കെ പോവുകയുണ്ടായി. അവിടെ റൂം എടുക്കുകയും ചെയ്തു ടൗണിൽ തന്നെ. പക്ഷേ ഇന്ന് ജബൽപൂരിൽ ഞങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അലനും ഓൾറെഡി ഒരു പ്രാവശ്യം അവിടെ നിന്നിട്ടുള്ളതുകൊണ്ട് ഞാനവിടെ 3 പ്രാവശ്യം നിന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും ഞാൻ എന്തായാലും ജബൽപൂരിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലം, നമ്മൾ റേവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ വാരാണസി എത്താൻ പിന്നെ അവിടെ നിന്നൊരു 250 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പോയാൽ വാരാണസി വേറെ ഒരു ദിവസം നിൽക്കണ്ട, രാത്രി ചെല്ലുകയാണെങ്കിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നാളെ തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും എത്തുകയാണെങ്കിൽ വാരാണസി പൂർണ്ണമായി ഒരുവിധം ഞങ്ങൾക്ക് കാണാൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും കിട്ടും. ഒരു ദിവസവും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യവുമില്ല.
ജബൽപൂർ ഇനി 120 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അത് 2-2.5 മണിക്കൂറിനുള്ളിൽ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 300 കിലോമീറ്റർ വീണ്ടും ഉണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേക്കും കട്നി ഹോട്ടൽ സെൻട്രൽ പോയിന്റ്. നല്ല ഹോട്ടൽ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു 3 മണി എങ്ങാനാകുമ്പോൾ, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ കയറണം. 3:30 ആകുമ്പോൾ. നല്ല ചോളത്തിൻ്റെ പാടങ്ങളാണ് ഇവിടെ. വൻവഴിക്ക് കുറച്ച് പേര് സൈക്കിളും കൊണ്ട് പോകുന്നത് കണ്ടു. ഇന്ത്യക്കാരല്ലാന്ന് തോന്നുന്നു, ഫോറിനേഴ്സാണ്. നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. സൈക്കിളിലോട്ടുണ്ട്. അത്യാവശ്യം ടയറിങ്ങും ആയിരിക്കും ഈ സമയത്ത്. പക്ഷെ കമ്പാരിറ്റീവ്ലി തണുപ്പ് ഉണ്ട്. അത് കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ ഭാഗം കുറേ പ്ലെയിൻസാണ്. സൈക്കിള് ചവിട്ടുന്ന സമയത്ത് ഇതുമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ വളരെ ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡെന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ ഈ കാണുന്നൊരു ചെറിയ കയറ്റമാണ്. സൈക്കിള് കണ്ടിന്യൂസായി 100-200 കിലോമീറ്റർ ഒരു ദിവസം, അല്ലെങ്കിൽ 100-150 കിലോമീറ്റർ ചവിട്ടുമ്പോൾ ഈ ചെറിയ കയറ്റം പോലും വയ്യാത്ത നല്ല ബുദ്ധിമുട്ടുള്ള കയറ്റം തന്നെയാണ്. അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് സൈക്കിള് ചവിട്ടുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ 10 കിലോമീറ്റർ ചവിട്ടുകയല്ല. പലരും BRM എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺടെസ്റ്റൊക്കെ ഉണ്ട്. കേരളത്തിൽ പലയിടത്തും നടക്കുന്ന കോൺടെസ്റ്റാണത്. ലോകം മൊത്തം നടക്കുന്നതാണ്. കേരളത്തിലും ഇപ്പോൾ അത്യാവശ്യം നടക്കാറുണ്ട്. പല ക്ലബ്ബുകളും അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് 100-ൻ്റെയും 200-ൻ്റെയും 500, 1000, 1500 ഒക്കെ ഉണ്ട്. ഇതുവരെ എനിക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പറ്റുന്ന സമയങ്ങളിൽ ഞാനത് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ്. വീണ്ടും വേറെ സൈക്ലിസ്റ്റുകൾ മുന്നിൽ പോകുന്നുണ്ട്. എല്ലാവരും റോഡ് സൈക്കിളുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അല്ല, ഹൈബ്രിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടൂറിങ് ബൈക്സ് അല്ല. എനിക്ക് തോന്നുന്നു ഇത് BRM ആണോന്ന് എനിക്ക് സംശയമില്ലായില്ല. हाय, हेलो, इस इज BRM? BRM नहीं है। आप कहाँ के हो? मैं केरला से। BRM मेरा हो गया SSS BRM में। ओ मेरी सांगली महाराष्ट्र में और आइधर जा रहा हूँ। ओ साइकिल साइकिल का हमारे 20 साइकिल से अभी ओहो 20 साइकिलिस्ट है। मैंने देखा कुछ साइकिलिस्ट पीछे में। थोड़ा आगे। ओहो फोरनेस भी है इसमें? क्या सर? फोरनेस भी आता है? फॉरेनर्स भी आता है इसमें? यानी क्या सर? नो, फॉरेन पीपल भी आता है इधर हाँ आते हैं ना। साइकिलिंग में? ओहो कितने दूर है आज? कितने दूर चलेगा आज? आज सुबह से हो गया 130 हो गया। हो गया 130 हो गया और 80 करने के ऊपर कर देंगे। ओहो 200 का डाल देंगे। और किधर चलता है? क्या सर? किधर चलता है? क्या? किधर चलता है? अयोध्या जा रहा है। कहाँ? अयोध्या जा रहे हैं। अयोध्या ओके 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 अयोध्या जा रहे हैं और 3 दिन तक जाएंगे। ओहो मैं भी अयोध्या जा रहा हूँ। वाराणसी उसके बाद अयोध्या। ओके नाइस मीटिंग यू। बाय।
അത് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സൈക്ലിസ്റ്റുകളുമായിട്ട്. DRM അല്ല ഇത്. അപ്പോൾ അത് DRM ആണോ എന്നെനിക്ക് സംശയം തോന്നി, അതുകൊണ്ടാണ് നിർത്തി ചോദിച്ചത്. കുക്കുവാട് പാവം സ്ലോ ചെയ്ത് ആണ് പോകുന്നത്. റോഡ് ഇടയ്ക്ക് വിള്ളലുണ്ട്. അപ്പോൾ ഹാൻഡിൽ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു കൈ എങ്ങാനും ആണെങ്കിൽ ബാലൻസ് പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള കോൺക്രീറ്റ് റോഡുകളിൽ നമ്മളുടെ നാട്ടിൽ കാണുന്ന കുഴികളെക്കാട്ടും വിള്ളലുകളാണ് നമ്മളെ ബാലൻസ് കളയുന്നത്. ഇവരെല്ലാം പോയിക്കൊണ്ട് 50ഓളം ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത് ചവിട്ടുന്നത്. അയോധ്യ എത്താൻ ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ഇവരെ മേ ബി കുറച്ച് ഒരു 50-100 കിലോമീറ്റർ കൂടിയും കഴിയുമ്പോൾ നിർത്തുമായിരിക്കും. പിന്നീട് നാളെ ആയിരിക്കും അവരുടെ യാത്ര. വളരെ രസമാണ്. പല ആളുകൾ എനിക്ക് ഇവിടെ കംഫർട്ടബിളായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് റോഡ് പോകുന്നതിലും ഒരുവിധം ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഇതേപോലെ വളവും തിരിവുകളുമായിരിക്കും ഇഷ്ടം. ഹൈവേസ് എന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ ഒരു ഹൈവേ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളെ കേരളത്തിൽ MC റോഡാണ് ഇതിന് പറ്റിയ ഒരു ഹൈവേ. പക്ഷേ നമ്മളുടെ കേരളത്തിലുള്ള സ്പീഡ് ലിമിറ്റിൻ്റെ ഇഷ്യൂ അല്ല, സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെനാൽറ്റി 1500 രൂപ വെച്ചിട്ട് നമുക്ക് ഓരോ ക്യാമറ ക്ലിക്കിന് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ചെയ്യേണ്ട, ഇവിടെയാണെങ്കിലും കൺട്രോൾഡ് ആയിട്ടുള്ള ലെവലിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. നാളെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എത്ര എണ്ണമാണ് പരിവാഹനിൽ വന്ന് കിടക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. മതൈ അടുത്ത പമ്പിൽ നിന്ന് മിക്കവാറും അടിക്കേണ്ടി വരും നമ്മളുടെ വണ്ടിയുടെ പെട്രോൾ. ഇനി ഓൾമോസ്റ്റ് 100-150 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള റേഞ്ചേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പെട്രോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വാർണിംഗ് സൈൻസ് പലതും കത്തും. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും പെട്രോൾ ഒരു ലിമിറ്റിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടിക്കും. പിന്നെ ഈ വണ്ടിയിൽ KTMൻ്റെ ഡ്യൂക്ക് 390 റാലി എന്ന് പറഞ്ഞ വണ്ടി, ഡ്യൂക്ക് പലതും ഈ 20 ഓൾറെഡി കമ്പാറ്റബിൾ ആണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ പെട്രോൾ മാറിയപ്പോൾ പല വണ്ടിക്കും ഉണ്ടായ പവർ കുറവ് കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ വണ്ടിയെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം വണ്ടിക്ക് അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകും എന്നുള്ള പേടി വേണ്ട. പക്ഷെ കുഴപ്പം കൊരങ്ങന്മാരാണ് ഇവിടെ. നമുക്കിവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയത്താണ് ഫ്രണ്ടിലേക്ക് ചാടുക എന്നുള്ളത്. ഈ റോഡ് കുറച്ച് സ്റ്റീപ്പ് ഇറക്കമാണ്. അദ്ദേഹം ലെഫ്റ്റിലേക്ക് ഇറക്കുന്നു. ഇൻഡിക്കേറ്ററൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്നിട്ടിന്ന് വലിയ ഉപകാരമായിരുന്നേനെ. നല്ല ഡൗൺ ഹില്ലാണല്ലോ. നല്ല രസമുള്ള ഗാഡ് സെഷനാണ്. സൂര്യൻ നേരെ കണ്ണിൻ്റെ മുമ്പിലാണ്. എനിക്കിങ്ങനെ
വണ്ടി ഓടിക്കാൻ ഇങ്ങനെ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് അന്ന് ആസാമിൽ വെച്ചിട്ട് ഇതേപോലെ സൺലൈറ്റ് നമ്മൾ ടുവേർഡ്സ് നോർത്ത് പോയിക്കൊണ്ടിരിക്കാനല്ലോ, നോർത്തല്ല ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഈസ്റ്റിൽ നിന്നുള്ള സണ്ണ് നമ്മളുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടയ്ക്കും, കണ്ണ് അടഞ്ഞു പോകും. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് മുകളിൽ പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ അത് ഗ്ലാസ് തുറന്ന് വെച്ച് ഷെയ്ഡ് പോലെ ആക്കിയിട്ടായിരുന്നു ഈ വൈസർ ചെയ്തിരുന്നത്. പക്ഷെ അത് ഭയങ്കര അപകടമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു കാറ്റത്ത് ഈ വൈസർ വന്ന് അടഞ്ഞു. എനിക്ക് പിന്നെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഒരു 2 സെക്കൻഡ് വളരെ വലിയ അപകടം നടക്കേണ്ടെന്ന്, അത്യാവശ്യം സ്പീഡിൽ പോവുകയായിരുന്നു. വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു. ദൈവത്തിന് അതൊന്നും സംഭവിച്ചില്ല. ഇപ്രാവശ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു തൊപ്പി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തൊപ്പി തലയിൽ വെച്ചിട്ട് അതിൻ്റെ ശേഷം ഞാൻ ഹെൽമെറ്റ് വെച്ച് വൈസർ മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഷെയ്ഡ് തൊപ്പിയുടെ നമുക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ റേസിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെ ഷെയ്ഡുള്ള വൈസറുകൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് ഷെയ്ഡുള്ള വൈസറുകൾ ഇപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പ്ലാനില്ല. പകരം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഗാർഡ്സ് താഴെയുള്ള ഡൗൺ ഹില്ല് കഴിഞ്ഞു. ഇനി വീണ്ടും സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. കുക്കു കുറച്ച് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് സ്ലോയിൽ ആക്കി. ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററും കൂടെ ഉള്ളൂ ജബൽപൂർ. പക്ഷേ നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ്. ജബൽപൂർ നേരെ റവ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഞാൻ താമസിച്ചതാണ്. റോഷനുമായി ബൈക്കിൽ പോയ സമയത്ത് ഞാനത് എത്തുന്നതിനനുസരിച്ച് അവിടെ മിക്കവാറും ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ കാണുന്നത് ഒരു 7:30 സമയത്താണ്. അപ്പോൾ ഇല്ല, ഇപ്പോൾ സപ്പോസ് നേരത്തെ എത്തുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി ചിലപ്പോൾ പോകാം. മിക്കവാറും ഹൈവേ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ പ്ലാൻ. നല്ല രസമുള്ള വഴികളാണ് ഇവിടെ. നമ്മളുടെ പല ആളുകളും നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടോയ്ലറ്റ് മോശമാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു ഉദാഹരണമാണ് പെട്രോൾ പമ്പിലത്തെ ടോയ്ലറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ജെൻസ് വാഷ്റൂം. ഈ സ്ഥലത്തിൻ്റെ ഒരു വൃത്തി നോക്കണേ. നമ്മൾ 2000-3000 രൂപ കൊടുത്ത് താമസിച്ച ഹോട്ടലിനെക്കാട്ടും ക്ലീനാണ് ഈ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില വാഷ്റൂമുകൾ. അപ്പോൾ അതെന്ന് വന്നിട്ട് യാത്ര ചെയ്യാൻ മടിക്കുന്ന ആളുകളൊന്നും ഇനി വേണ്ട. അത്രയും നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്ന പെട്രോൾ പമ്പുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ പേടിച്ച് യാത്ര ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ നിലവിലില്ല. വെള്ളം റെസ്റ്റ് റൂം യൂസ് ചെയ്യുന്നില്ലേ? നന്നായി. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഉണ്ട് കേട്ടോ. 2 മണിക്കൂറിൽ 2.5 മണിക്കൂറിൽ 7 മണിയാകും റേവെത്താൻ. അല്ല അതിന് ഇതാവുന്നു. ഇന്ന് വന്നത് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഏതാ ഇന്ന് വന്നത് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇന്നോ? അതേപോലത്തെ റോഡല്ലേ. അതാണ് വലിയ സ്പീഡെന്ന് പറയാൻ 100. അത് പിടിച്ചു വന്നോ. ബ്ലോക്കുകളില്ലാത്തതുകൊണ്ട് വണ്ടികൾ കുറവായിരുന്നു വഴിയിൽ. ഈ ഫാമിലി കുറേ ആയിട്ടുണ്ടല്ലോ. എസ്ക്രോസ് അടിപൊളി. നല്ല കാപ്പി കട അല്ലേ? വേണ്ട, കാലത്ത് എനിക്ക് ഔൺസ് ഗ്ലാസ്സിൽ കാപ്പി വന്നതോടുകൂടി എൻ്റെ മൂഡ് കംപ്ലീറ്റ് പോയി. എന്താ അതാ ഒരു ചെറിയ തണുപ്പുണ്ട് അല്ലേ? ചെറിയ തണുപ്പുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ.
റവയിലേക്ക് ഇതേപോലെ യാത്ര നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോടെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ഇന്നലെ നടന്ന എൻ്റെ വണ്ടിയുടെ ബാക്കിലത്തെ സംഭവം കൂടി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ അടുത്ത് മാറ്റിയതേ ഉള്ളൂ. അപ്പോൾ യൂഷ്വലി അവർ ശ്രദ്ധിക്കാറുള്ളതാണ് അതിൻ്റെ ബെയറിങ് പോയോ ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ ഒന്നൊന്നോ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല എവിടെയെങ്കിലും തടസ്സം വന്ന് നിൽക്കുമോ എന്നുള്ളത്. ഇന്ന് റവയിലേക്കുള്ള യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആവാറായി, രാത്രിയാവാറായി. ഇനി ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ നോക്കണം. എവിടെയെങ്കിലും സ്റ്റോപ്പ് കിട്ടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, വീണ്ടും യാത്ര ചെയ്യണം, പിന്നെ റവ എത്തണം. നാളെ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന വാരാണസിയിലൊന്ന് പോകണം. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ വൈകുന്നേരം ആവാറായി. ഇനി മെല്ലെ യാത്രകൾ മെല്ലെ വീണ്ടും തുടരട്ടെ. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ശരി, അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.